നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് സർവീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വായിക്കാൻ പോകുന്നത്, ടാരോയിലൂടെ വായിക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ്. കറണ്ട് സിറ്റുവേഷൻ, പിന്നെ കറണ്ട് എനർജി, അതാണ്. ഇത് രണ്ടുമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് അവരുടെ മനസ്സിലിപ്പോൾ എന്നുള്ളതും കൂടിയാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പം ഇത് ഒരുപാട് പേരുടെ എനർജി സാമ്യമുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇതെടുക്കുക, അല്ലാത്തത് നിങ്ങൾ വിട്ടേക്കുക. ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങൾ എടുക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. നിങ്ങളുടെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിച്ച് വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി, വളരെ വിശ്വാസത്തോടു കൂടി, പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലിരുന്ന് റീഡിങ് കാണുക. വിശ്വാസമില്ലാത്തവർ കാണാൻ ശ്രമിക്കേണ്ട, അത് സ്കിപ്പ് ചെയ്ത് കളയുക. ഓക്കെ, അതോടൊപ്പം ഇത് ജനറൽ റീഡിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പേഴ്സണലായിട്ടൊരു റീഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ എടുക്കുന്ന സ്പ്രെഡിനകത്ത് വരുന്നത്. അത് നിങ്ങളെ ഫോക്കസ് ചെയ്ത് മാത്രമുള്ള കാര്യങ്ങൾ. ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ റിലേഷനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും അതിനകത്ത് അറിയാൻ സാധിക്കും. കരിയർ റീഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കരിയർ, ധനപരമായിട്ടുള്ള, സാമ്പത്തികം സംബന്ധിച്ചിട്ടുള്ള ഫുൾ റീഡിംഗ് അതിനകത്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം പേഴ്സണൽ റീഡിംഗ് എടുക്കുകയാണെങ്കിൽ അതുവഴി നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗൈഡൻസും അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ട് അതിനകത്ത് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് കയറാവുന്നതാണ്. മെമ്പേഴ്സിന് ഞാൻ 1 ക്വസ്റ്റ്യൻ റീഡിങ്, വീക്കിലി 1 ക്വസ്റ്റ്യൻ ഞാൻ റീഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ മെമ്പേഴ്സിന് മാത്രമാണ്. അല്ലാത്തവർക്ക് ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ കൂടെ നോക്കി കൊടുക്കാറുണ്ട്. ലൈവിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിനും എന്നെ സ്നേഹിക്കുന്നതിനുമൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു എനർജിയും കൂടെ എൻ്റെ ചാനലിൽ വരും. അപ്പം നിങ്ങളുടെ കാര്യങ്ങളും കൂടെ അതിനകത്ത് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പം വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി ലൈക്ക് ചെയ്തിട്ട് നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. നമുക്ക് കാർഡ്സ് എടുക്കാം. വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി, വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലിരുന്ന് നിങ്ങളെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിച്ച് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ ദേവി, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. Thank you, universe. Thank you. Please guide me. Yes. എയ്റ്റ് ഓഫ് സോൾസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആയിട്ട്, ഒരു കറണ്ട് എനർജി ആയിട്ട് എനിക്ക് കിട്ടുന്നത്. സോൾസിൻ്റെ എനർജിയാണ്. ഒരു ബുദ്ധി അടഞ്ഞ ഒരു എനർജി, ബുദ്ധിമോശം സംഭവിച്ചു എന്നുള്ളതാണ്. അത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ആരും ഉണ്ടാക്കിയതല്ല, ആരും കൂടെ നിന്ന് ചെയ്യിച്ചതൊന്നുമല്ല, സ്വയം ചെയ്തതാണ്. അതിൽ തന്നെ സ്വയം ബന്ധിതനായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം, സ്വയം കണ്ണുകെട്ടിയ ഒരവസ്ഥ. സോഴ്സ് എന്ന് പറയുമ്പോൾ ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ബുദ്ധിപരമായിട്ട് മണ്ടത്തരം കാണിച്ചു എന്നുള്ള, അതിൽ ബന്ധിതനായിട്ട് സ്വയം എന്തൊക്കെയോ ബാഡ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. അതാണ് എനിക്കിപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സാഹചര്യമായിട്ടിപ്പം എനർജിയും ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആവേശം കൊണ്ടാണ്. സ്വന്തമായിട്ടെടുത്ത ആവേശം, ഞാൻ പറഞ്ഞല്ലോ, ഒരു കണ്ണ് കെട്ടിയ ഒരവസ്ഥ, സ്വന്തമായിട്ടുണ്ടാക്കിയ അവസ്ഥ. അത് എന്തുകൊണ്ടാണ്, എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ ആവേശം ഒരു ഫയർ എലമെൻ്റാണ്. വാൺസിൻ്റെ എനർജി, വാൺസ് എന്ന് പറയുമ്പം ഒരു ഫയർ എലമെൻ്റാണ്. ആവേശം കൂടിപ്പോയതിലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ്. എടുത്തുചാട്ടം എന്ന് വെച്ചാൽ എന്തെങ്കിലും വിചാരിച്ചാൽ അത് നേടുക എന്നുള്ളൊരു വാശി, അതുകൊണ്ടാണ്
അങ്ങനെ സംഭവിച്ചു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, ദ വേൾഡ് കാർഡും വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ലോകം നിങ്ങൾ തന്നെയാണ്. അവരുടെ ഒരു സ്നേഹവും അവർ പൂർണ്ണമാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം എന്നുള്ളത് തന്നെയാണ് അവർക്ക്. അപ്പോൾ അതിനകത്ത് അവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവർ മാറി നിൽക്കുകയാണ്, ദൂരെ നിന്ന് മാറിക്കാണുകയാണ് നിങ്ങളുടെ ഒരു വളർച്ചയും നിങ്ങളുടെ ഒരു മാറ്റവും അങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ചെയ്തതെല്ലാം അബദ്ധമായി പോയി എന്നുള്ളതാണ്. നിങ്ങളായിരുന്നു അവരുടെ ലോകം. അപ്പം നിങ്ങളിലേക്ക് തിരിച്ചു വരണം, എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് പതുക്കെ തിരിച്ചു വരണം, ഏത് രീതിയിലെങ്കിലും. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പം മനസ്സിലെ പ്ലാനായിട്ട് കാണുന്നത്. നിങ്ങളില്ലാതെ അവർക്ക് പൂർണ്ണതയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം സെപ്പറേഷനിൽ നിൽക്കുന്ന ഒരു കുറച്ച് പേരുടെ എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സ്വന്തമായിട്ട് എടുത്തു ചാടി മാറിപ്പോയി, അതിലിപ്പം പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് എനിക്ക് കാണുന്നത്. യെസ്, ഒരു ബ്ലാക്ക് മാജിക്കൽ സിറ്റുവേഷൻ ഏറ്റിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തിനകത്ത്. ഓക്കെ, ഡബിൾ എനർജി അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളൊരു ബന്ധം കടന്നുകൂടിയിട്ടുണ്ട്. ഇതിനകത്ത് ഡബിൾ എനർജി മേജർ ആർക്കാന കാർഡാണ്, വേൾഡ് കാർഡും മേജർ ആർക്കാന കാർഡാണ്. നിങ്ങളെ തമ്മിൽ നിങ്ങളില്ലാതെ അവർ പൂർണ്ണരാകില്ല എന്നുള്ളത് സത്യമാണ്. കാരണം വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അതിനകത്ത് അവരെയും നിങ്ങളെയും തമ്മിൽ ഇടയിലൊരു ബ്ലാക്ക് മാജിക്കൽ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ അതിനകത്ത് വന്നത്. കാരണം അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ബന്ധം ബ്ലാക്ക് മാജിക്കൽ സിറ്റുവേഷനിലോട്ടും പോയേക്കാം. തെറ്റായിട്ടുള്ള ഒരു അഡിക്ഷൻ അങ്ങനെയൊക്കെ പറയാം. ഒരു അഡിക്ഷൻ ചിലപ്പം മറ്റെന്തെങ്കിലും സാഹചര്യമായിരിക്കാം. ഈ ഒരു കാര്യം വന്നതോടുകൂടിയാണ് നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ അടിമുടി മാറിപ്പോയത്. ഓക്കെ, സ്ട്രോങ് ആയിട്ടൊരു ബ്ലാക്ക് മാജിക്കൽ സിറ്റുവേഷൻ എന്ന് ഡബിൾ എനർജി വരുമ്പോൾ പറയാം റിലേഷൻഷിപ്പ് റീഡിങ്ങിലാവുമ്പം. അപ്പം അതുമായിട്ട് ബന്ധിപ്പിച്ചാണ് ഈ ഒരു റിലേഷൻ തകിടം മറിഞ്ഞു പോയത്, രണ്ടായിട്ട് പോയത് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അതിലാണ് ചീറ്റിംഗ് ആണ് ചെയ്തത് നിങ്ങളോട്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് സിറ്റുവേഷൻ തന്നെ ചതിയാണ് കാണിച്ചത്. സ്വന്തമായിട്ട് ആവേശം മൂത്തെടുത്ത് ചാടി, അതാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അവരുടെ കറണ്ട് സിറ്റുവേഷൻ അതെന്താണ്, ആവേശം കൂടിപ്പോയി എന്നുള്ളതാണ്. ആ ആവേശത്തിൽ എന്താണ് ചെയ്തത്, ചതിയാണ് ചെയ്തത്, ചീറ്റിംഗ് എനർജിയാണ് ചെയ്തത്. അതിനകത്തിപ്പം സ്ട്രക്കായിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. അപ്പം നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് ഇനി അവർ നോക്കുന്നത്. ഓക്കെ, അതൊരു ഒരു ബ്ലാക്ക് മാജിക്കൽ സിറ്റുവേഷൻ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സഡനായിട്ട് ആ ഒരു സ്നേഹബന്ധം തകിടം മറിയും. കുറച്ച് നാളത്തേക്കെങ്കിലും ചെയ്തവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കും. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകത്തില്ല, അത് കുറച്ച് നാളെ നിലനിൽക്കും. കാരണം തെറ്റായിട്ടുള്ള കാര്യം അധിക നാളൊന്നും നിലനിൽക്കില്ല. എപ്പോഴും സത്യം മാത്രമേ വിജയിക്കത്തുള്ളൂ. ഈ തെറ്റ് ചെയ്യുന്നവരെന്ന് പറയുന്നത് അത് വെറും താൽക്കാലികമാണ്. പലരും ചോദിക്കാറുണ്ട്, ഇതെന്താ അവർ മാത്രം ഉയർന്നു വരുന്നത്? അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. അതിനൊക്കെ ഒരു കാലചക്രമുണ്ട്, ഒരു കാലാവധിയുണ്ട്. ആ കാലാവധി കഴിയുമ്പോൾ നിങ്ങളെങ്ങനെയാണോ മേളിൽ നിന്ന് താഴെ വീണത്, അതേപോലെ ഈ ചെയ്തവരും മേളിൽ നിന്ന് താഴെ, അതിൽ ഉയരത്തിൽ നിന്ന് താഴെ വീഴുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതാണിപ്പം നിങ്ങളുടെ വ്യക്തിക്കും ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, സ്ട്രക്കായിട്ട് കണ്ണ് കെട്ടിയ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്ട്രക്കായിപ്പോയി എന്നുള്ളതാണ് അത് ചെയ്തത്. ഈ ബ്ലാക്ക് മാജിക്കൽ സിറ്റുവേഷൻ കാണുന്നുണ്ട്, ചീറ്റിംഗ് എനർജി അത് സ്വന്തമായിട്ട് നിങ്ങളോട് ചെയ്തു. ചതി, വഞ്ചന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇങ്ങനെ പോയത്. സ്വാർത്ഥ താല്പര്യം, അതാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ സ്വന്തം കഴിവുള്ള വ്യക്തിയുമാണ്. മാനിഫെസ്റ്റേഷൻ്റെ ഒരു കാർഡാണ് സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് മുന്നേറാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ വ്യക്തിയാണ് ഇപ്പോൾ സഡനായിട്ട് സ്ട്രക്കായിട്ട് നിൽക്കുന്നത്. ബ്ലാക്ക് മാജിക്കൽ സിറ്റുവേഷൻ കൊണ്ട് ആളും ഇപ്പം അടിമുടി വീണ് കിടക്കുന്ന സാഹചര്യമായിരിക്കാം എനിക്ക് കാണാൻ കഴിയുന്നത്. കാരണം മൊത്തത്തിൽ പെട്ട് നിൽക്കുകയാണ്, കണ്ണ് കെട്ടിയ ഒരു സാഹചര്യം. മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് ഈ മജീഷ്യൻ കാർഡെന്ന് പറയുമ്പോൾ. അത് സ്വന്തം കഴിവ് കൊണ്ട് ഉയരങ്ങൾ കീഴടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. ആ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല നിങ്ങളുടെ വ്യക്തി.
ആരെയും മുമ്പിൽ പോയി തല കുനിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുമല്ല, അങ്ങനെ താല്പര്യപ്പെടാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. സ്വന്തം കഴിവ്, കയ്യിൽ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്. ആ കഴിവ് കൊണ്ട് നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു വ്യക്തി. ഇപ്പോൾ ഡൗൺ ആയിട്ട് കിടന്നാലും ആക്റ്റീവായി കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ഉയരും അവർ എന്നുള്ളതാണ്. അതിനൊരു പ്രതീക്ഷയുണ്ട് അവർക്ക്. കാരണം ആ ഒരു കഴിവ് കൊണ്ട് ഉയരാം എന്നുള്ളൊരു ഹോപ്പ് എപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് അവർ വിചാരിക്കണം. പക്ഷെ അവരിപ്പം ബുദ്ധിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് കാണുന്നത്. അതിന് ആ ഒരു ബ്ലാക്ക് മാജിക്കൽ സിറ്റുവേഷനും ഒരു കാരണമാണ്, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഒരു കാരണമാണ്. അവരെ ആ ഒരു ബന്ധിപ്പിച്ച് നിർത്തിയേക്കുകയാണ് അവരിൽ തന്നെ. വെയിറ്റിങ്ങിലാണവർ. അതേപോലെ ഇത് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്, 7 ഓഫ് പെൻറ്റിക്കിൾസ്. അതേപോലെ ധനത്തിൻ്റെ കാര്യത്തിന് അവർ വെയിറ്റിങ്ങിലാണ്. അതേപോലെ റിലേഷൻഷിപ്പ് ടച്ച് ചെയ്ത് വായിക്കുകയാണെങ്കിലും ഒരു കാത്തിരിപ്പാണ് അവർക്ക് എന്നുള്ളതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണ പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് ഈ ഒരു 7 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റിംഗ് ധനപരമായിട്ടുള്ള ഒരു സാഹചര്യം. മൊത്തത്തിൽ ഡൗൺ ആയിട്ട് കിടക്കുകയാണ് അവർ. അപ്പം അവർ പെൻറ്റിക്കിൾസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാനിപ്പോൾ റിലേഷൻ റീഡിംഗ് ആണ് വായിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു വെയിറ്റിങ്ങിലാണ് അവർ, കാത്തിരിക്കുകയാണ്, ഒരു നല്ലതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് അവർ എന്നുള്ളത് വേണമെങ്കിൽ എനിക്കിത് വെച്ചിട്ട് പറയാം. ഹാങ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. മേജർ അർക്കാന കാർഡാണ് വന്നേക്കുന്നത്. ഡബിൾ കാർഡ് മേജർ അർക്കാന കാർഡാണ്. വേൾഡ് കാർഡും മേജർ അർക്കാന കാർഡാണ്. ഒരുപാട് സ്പിരിച്വൽ ജേണിയിലാണ് അവർ. കാരണം സ്റ്റാർ വന്നിട്ടുണ്ട്, മെജീഷ്യൻ, ഇതെല്ലാം മേജർ അർക്കാന കാർഡാണ്. ഞാൻ പല റീഡിങ്ങിലും പറഞ്ഞിട്ടുണ്ട്. മേജർ അർക്കാന കാർഡ് വരുമ്പോൾ അത് സ്പിരിച്വൽ ജേണിയിലൂടെയാണ് അവർ പോകുന്നത്. അതൊരു ദൈവനിയോഗമാണ്, ചെയ്തതിനുള്ളൊക്കെ ഒരു തിരിച്ചടിയും ആവാം. ഹാങ്ഡായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളുടെ പലരുടെയും സെപ്പറേഷനിൽ നിൽക്കുന്ന കുറേ പേരുടെ ഒരു എനർജീസാണ് ഞാൻ ഈ വായിക്കുന്നത്. അവർക്കും അവരുടെ വ്യക്തികളെക്കുറിച്ച് അറിയാനായിട്ടുള്ളൊരു താല്പര്യം കാണുമല്ലോ, അവരുടെ ഒരു എനർജി ഹാങ്ഡായിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചായാലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണെങ്കിലും പല രീതിയിലും പല ആംഗിളിലും അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അവലോകനം ചെയ്യുന്നുണ്ട്, അത് ചെയ്തത് എങ്ങനെയായിരുന്നു, അത് അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പല ആംഗിളിലും പല രീതിയിലും ചിന്തയിലാണ്. അതാണ് അവർ മുഴുവനായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുക. അവരുടെ ചിന്തയും അവരുടെ ബുദ്ധിയുമെല്ലാം അവർ ബ്ലോക്കാക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ കറണ്ട് എനർജി ആയിട്ട് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ചിന്തയാണ്, ഓവർ തിങ്കിങ് ആണ് അവരെ ഇപ്പം മൊത്തത്തിൽ ബ്ലോക്കാക്കി വെച്ചേക്കുന്നത്. തെറ്റ് ചെയ്തിട്ട് ചിന്തിച്ചിട്ട് എന്താണ് കാര്യം? ചിന്തിക്കുന്നത് ഈ ഒരു നിങ്ങളുടെ ഒരു ലൈഫാണ്, അവരുടെ ഒരു കഴിഞ്ഞു പോയൊരു ലൈഫാണ്, അതെങ്ങനെ നേടിയെടുക്കാം എന്നാണ് അവരിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്ത കാർഡ്സിലുകൊണ്ട് എനിക്കത് പറയാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. കാരണം 7 ഓഫ് പെൻറ്റിക്കിൾസ് വെയിറ്റിങ്ങിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വെയിറ്റിങ്ങിലാണ് അവർ. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടുന്നത് അവരുടെ കുടുംബം, അവരുടെ ഫാമിലി, അല്ലെ അവർ സ്നേഹിക്കുന്ന വ്യക്തി, അവർക്ക് തിരിച്ച് ആ ഒരു ചിന്തയാണ് അവരുടെ മനസ്സിനകത്ത്. നഷ്ടപ്പെടുത്തിയതിൽ ആലോചിച്ച് സ്വയം നഷ്ടപ്പെടുത്തിയെന്നല്ല, സ്വയം നഷ്ടപ്പെടുത്തിയതിനെ ആലോചിച്ചുള്ള ചിന്തയാണ്, ഓവർ തിങ്കിങ് ആണ് ഈ ഹാങ്ഡായിട്ട് നിർത്തിയേക്കുന്നത്. അതെന്താണെന്നുള്ളത് തിരിച്ച് പിടിക്കണം, അതെങ്ങനെയെങ്കിലും അത് തിരിച്ച് കൊണ്ടുവരണം എന്ന്, അവരുമായിട്ടുള്ള ഒരു സന്തോഷം എത്രമാത്രമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ബ്ലാക്ക് മാജിക്കൽ സിറ്റുവേഷൻ ഏറ്റിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. നോർമലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ദേഹത്ത് ഇപ്പം അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളുണ്ടല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അത് റബ്ബർ പന്ത് ചുവരിലെറിയുന്നത് പോലെ തിരിച്ചടിച്ചോളൂ ഒരു സമയത്ത്. ചെയ്യുന്നവർക്ക്, തെറ്റായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യുന്നവർക്ക് അത് ഒരു തിരിച്ചടിക്കുന്ന ഒരു സമയം ഉണ്ടാവും. ഇപ്പം ചെയ്യുന്നവർക്ക് നല്ല സമയമായിരിക്കാം. അപ്പോൾ അത് നല്ല രീതിയിലൊക്കെ നിൽക്കുമ്പോൾ അവർ വിചാരിക്കും ഞാൻ വിജയിച്ചു എന്ന് വിചാരിക്കും. പക്ഷേ അത് തിരിച്ചടിക്കുന്ന ഒരു സമയം ഉണ്ടാവും. ആർക്ക് ചെയ്താലും നെഗറ്റീവ് എനർജി നല്ലതിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മിസ്യൂസ് ചെയ്യുന്നവർക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വിജയിക്കില്ലത്, തിരിച്ചടിക്കും. അങ്ങനെയുള്ളൊരു കർമ്മ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് നമുക്ക് കറങ്ങി തിരിഞ്ഞ് എല്ലാവർക്കും വരും. ഇപ്പോൾ ഏത് രാജാവിനും കർമ്മഫലം അനുഭവിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. 10 ഓഫ് പെൻറ്റിക്കിൾസ്, അവരിപ്പോൾ ആ ഒരു പഴയ ചിന്തയിലാണ്, ആ ഒരു പഴയ നഷ്ടപ്പെടുത്തിയതിനെ ആലോചിച്ച് അത് തിരിച്ചു പിടിക്കണം, ഒരു റീയൂണിയൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിയുന്നത്.
ദ ഹൈ പ്രീസ്റ്റേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഒരുപാട് രഹസ്യാത്മകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവരുടെ മനസ്സിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. നിങ്ങളോട് തുറന്ന് പറയാനാകാത്തത്ര രഹസ്യങ്ങൾ ഇവരുടെ മനസ്സിനകത്തുണ്ട്. അതും കൂടെ കൊണ്ട് ഇവരുടെ മനസ്സിനകത്ത് ആകെ വീർപ്പ് മുട്ടിയിരിക്കുന്ന സമയമാണ്. അതാണ് ആരോടും ഒന്നും തുറന്ന് പറയാൻ പറ്റുന്നില്ല. അവർക്ക് മനസ്സ് തുറന്നൊന്നും സംസാരിക്കാനായിട്ട് ആരും ഇല്ല എന്നുള്ളതാണ്. ഏകാന്തം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അതാണ് ഇങ്ങനെ ഹാങ്ഡായിട്ട് ഓവർ തിങ്കിങ് ആണ്. മൈൻഡ് നല്ലതല്ല എന്തായാലും. അപ്പം മനസ്സ് തുറന്നൊന്ന് സംസാരിക്കുമായിരിക്കാം, നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്നുണ്ടായിരിക്കാം. പക്ഷേ ഒരുപാട് നിങ്ങളോട് പറയാത്തത്ര ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിനകത്തുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റ്യൂഷൻ്റെ കാർഡാണ് ഹൈ പ്രീസ്റ്റേഴ്സ് കാർഡെന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റ്യൂഷൻ്റെ കാർഡാണ്. അവരുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി എന്ന് പറയുമ്പോൾ ആരും പറയുന്ന കേൾക്കത്തില്ല. അതെനിക്കിവിടെ കാണുന്നുണ്ട്. സെക്കൻഡായിട്ട് വന്നത് തന്നെ നൈറ്റ് ഓഫ് വാൺസ് ആണ്. ഇതേപോലെ തന്നെയാണ് ഈ ഇൻറ്റ്യൂഷൻ. ഇവരുടെ മനസ്സിനകത്ത് എന്താണോ തോന്നുന്നത് അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നടത്തിയെടുക്കണം, ഏത് രീതിയിലായാലും അത് നടത്തിയെടുക്കണം. അതിനകത്ത് പറ്റിയ പാളിച്ചയാണ് ഇപ്പോൾ വന്നത്. പക്ഷേ അവർ നല്ലതും ഉണ്ടാവാം. അവരുടെ ഇൻറ്റ്യൂഷൻ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് സക്സസ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഡബിൾ എനർജി കയറി വന്നതുകൊണ്ടാണ് അത് ബാഡായിട്ട് ഭവിച്ചത്, അത് ബാഡായിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ ഇൻറ്റ്യൂഷൻ്റെ കാർഡ് അതിനകത്ത് നിങ്ങളോട് പറയാതെ നിങ്ങളെ മറച്ച് വെച്ചേക്കുന്ന, ചിലപ്പോൾ നിങ്ങളും ആ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും. കാരണം നിങ്ങളുടെ മനസ്സിലും ഒരു വ്യക്തതയില്ല എന്താണെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവരോട് ഇരട്ടി ദേഷ്യവുമായിരിക്കാം. ഇപ്പോഴത്തെ ഉള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇവരോട് ദേഷ്യമായിരിക്കാം, വെറുപ്പായിരിക്കാം, ചിലപ്പോൾ പകയായിരിക്കാം. പക്ഷേ നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ഹൈ പ്രീസ്റ്റേഴ്സ് കാർഡ് കൊണ്ട് എനിക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, തെറ്റിദ്ധാരണയുണ്ടാവാം, പല തെറ്റിദ്ധാരണയും ഉണ്ടാവാം ഇവരുടെ മനസ്സിൽ. അത് തുറന്ന് പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. അവർക്കത് നിങ്ങളോട് തുറന്ന് പറയാൻ. ഹെറോഫൻ കാർഡ് ഒരു പാരമ്പര്യത്തിൻ്റെ കാർഡാണ് ഹെറോഫൻ കാർഡ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടാവാം ഈ രഹസ്യങ്ങൾ. ഇവരെ നയപരമായിട്ട് നിന്ന് ഇത് തുറക്കാനുള്ളൊരു താക്കോല്, അല്ലെങ്കിൽ ഇവരുടെ ഒരു രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനുള്ളൊരു താക്കോല് നിങ്ങളുടെ കയ്യിലുണ്ടാവാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അതിന് സാധിക്കും എന്നുള്ളത്, സ്വയം കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാർഡും ഈ ഒരു കാർഡിന് ഈ ഒരു മീനിങ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു സമൂഹത്തിൽ മാന്യമായിട്ട് നിൽക്കുന്ന ഒരു ഉന്നത പദവിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ഗുരു തുല്യനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, ഹെറോഫൻ കാർഡ്, അങ്ങനെയൊക്കെ ഒരു മീനിങ് ഉണ്ട്. അപ്പം ഒരുപാട് അറിയപ്പെടുന്ന നല്ലൊരു വ്യക്തിത്വത്തിനുടമയായിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ. അങ്ങനെ ഈ ഒരു കാർഡ് വരാം. സ്വയം ഇവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ അവർക്ക് തന്നെ സാധിക്കും എന്നുള്ളതൊരു, അങ്ങനെയും ഇത് മേജർ ആർക്കാന കാർഡാണ്. അവർക്ക് അവരുടെ കാര്യങ്ങൾ തുറക്കാൻ നേരെ കൊണ്ടുപോകാനുള്ളൊരു അതിൻ്റെ താക്കോൽ അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതും ഈ ഒരു കാർഡ്. നിങ്ങൾക്കും അതിനാവും, നിങ്ങൾക്കും അവർക്കും ഇതിനാവും എന്നുള്ളതാണ് ഈ പ്രശ്നത്തിന് ഉള്ളൊരു പരിഹാരം. അത് നേരെ കൊണ്ടുപോകാനുള്ളൊരു പരിഹാരം നിങ്ങളുടെ 2 പേരുടെ കയ്യിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാർഡിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, മറ്റാർക്കും അതിനകത്ത് ഇടപെടാൻ സാധിക്കില്ല. ഇടപെട്ടാൽ അത് സക്സസ് ആവില്ല. നിങ്ങൾ 2 പേരും ചേർന്ന് ഒരു തീരുമാനമെടുത്തെങ്കിലേ ഈ ഒരു കാര്യം സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കാരണം പാരമ്പര്യം, ആ ഒരു സ്പിരിച്വൽ കണക്ഷനുള്ളൊരു ബന്ധമാണ് നിങ്ങളുടേത്. മതപരമായിട്ടും ഒരു പാരമ്പര്യം നിലനിർത്തി കൊണ്ടുപോകുന്നതുമായിട്ടുള്ള സ്പിരിച്വൽ, ഈശ്വരൻ ചേർത്ത് വെച്ചൊരു ബന്ധമാണ് നിങ്ങളുടേത്. ഒരുപാട് തുറന്നു പറയാനാവാത്ത കാര്യങ്ങൾ കൊണ്ട് കുരുങ്ങിക്കിടക്കുകയാണ് അവർ. ഒരുപക്ഷെ ഒരു തുറന്നു പറച്ചിലൂടെയോ അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററിലൂടെയോ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഏറ്റവും ഗുരുതുല്യനായിട്ട് നിൽക്കുന്നൊരു, ഇങ്ങനെയും ഈ ഒരു കാർഡ്സിന് മീനിങ് ഉണ്ട്. ഗുരുതുല്യനായിട്ടൊരു വ്യക്തിയാണത്. അപ്പം നിങ്ങളുടെ കുടുംബത്തിലൊരു മുതിർന്ന ആളുകളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ടോ ഇതിനൊരു പരിഹാരം ഉണ്ടായേക്കാം ഒരു പരിഹാരം ഇതിനുണ്ടാവും. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവും. കാരണം വെച്ചാൽ ഈ ഡബിൾ എനർജി, ബ്ലാക്ക് മാജിക്കൽ എഫക്റ്റ്, തേർഡ് പാർട്ടി ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് അത്ര ശാശ്വതമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും വായിക്കാൻ കഴിയുന്നതും. അതാണ് സത്യവും. ഓക്കെ,
ഒരു എടുത്തുചാട്ടം ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. കാരണം കാള പെറ്റൂന്ന് കേൾക്കുന്ന ഉടനെ കയറെടുത്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി, വളരെ ഫാസ്റ്റാണ്. മനസ്സിലായി, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫയർ എലമെൻറ്റും വന്നിട്ടുണ്ട്. ദേഷ്യവും ഉണ്ട്, അമിത ദേഷ്യവും ഉണ്ട്, അമിത എടുത്തുചാട്ടവും ഉണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഈ എടുത്തു ചാടി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഫ്ലോപ്പായി പോവുക എന്നുള്ളതാണ് എനിക്കിവിടെ കഴിയുന്നത്. അതേപോലെ തന്നെ കിങ് ഓഫ് വാൺസ് ഒരുപാട് ഇതിനോടകം ഒരു അനുഭവം കൊണ്ട് ഒരുപാട് ഉന്നതങ്ങളിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്. എന്നുവെച്ചാൽ ആൾ പിന്നിട്ട് വന്ന പാതകളിൽ ജീവിതാനുഭവങ്ങൾ ഒരുപാടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആൾ താഴോട്ട് പോകത്തില്ല, അതിൽ ടോപ്പിൽ കിങ് ഓഫ് വാൺസ് ആണ്. ആവേശപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിജീവിച്ച് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആൾ ആരുടെയും മുമ്പിൽ തല കുനിക്കത്തില്ല, സ്വന്തം കഴിവ് കൊണ്ട് നേട്ടങ്ങൾ കൊയ്യുന്ന ഒരാളാണ്, ആ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്. ആ ആൾക്ക് ഇപ്പോഴത്തെ ഒരു സ്ട്രക്കായിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടെന്നിരുന്നാലും ആളുടെ കഴിവ് കൊണ്ട് ആൾ വീണ്ടും അതേ രീതിയിൽ എങ്ങനെയാണോ എന്താ പറയുക, പൂച്ച എങ്ങനെ വീണാലും 4 കാലിൽ എന്ന് പറഞ്ഞു അതേപോലെ ഉയർന്നു വരും എന്നുള്ളതാണ്. ആൾ എന്ത് വിചാരിച്ചാലും അത് ആൾക്ക് നേടിയെടുക്കാനും നയിച്ചുകൊണ്ട് പോകാനും ഉള്ളൊരു കഴിവുണ്ട്. ഓക്കെ, മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. അത് അവർ സാധിക്കും എന്ന്, അവരെ മനസ്സിൽ ആലോചിക്കുന്ന കാര്യം അവർ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അവർക്ക് തീർച്ചയായും നിങ്ങളെടുത്ത് വരാനായിട്ട് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, പല ആംഗിളിൽ ചിന്തിക്കുന്നുണ്ട്, ചെയ്തത് തെറ്റാണെന്നുള്ളതും അവരുടെ ബുദ്ധിമോശം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതും എന്നുള്ളത്. അപ്പോൾ അവരിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും അവർക്ക് മുന്നോട്ട് വരാനും അവരുടെ ഫാമിലി ഒരിക്കലും അവർക്ക് നിങ്ങളെ കൈവിട്ട് കളയാൻ ഒക്കത്തില്ല. അവരുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണ്. അവരുടെ ഒരു ശക്തി, അവരെ കൊണ്ടുപോകാനും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനുമുള്ളൊരു കഴിവ് നിങ്ങൾക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ നിങ്ങളെ ഒരിക്കലും വിടാത്തത്. നിങ്ങളെന്താണെന്നുള്ളതും മറ്റുള്ളവരെന്താണെന്നുള്ളതും നല്ല ബോധ്യമുണ്ട് അവർക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ അവർക്ക് എല്ലാവരെയും അളക്കാനുള്ളൊരു കഴിവുണ്ട്. കാരണം ഹൈ ഇൻറ്റ്യൂഷൻ ഉള്ള ആളാണ്. അതേപോലെ മജീഷ്യനുമാണ്. ആരെന്തൊക്കെയാണ് ഏതൊക്കെ ആളുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അളക്കാനുള്ളൊരു കഴിവ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ നല്ല രീതിയിൽ അളന്ന് വെച്ചിട്ടുണ്ട്. അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള പിൻബലം നിങ്ങളാണ്. നിങ്ങളുണ്ടെങ്കിലേ അവർക്ക് സക്സസ് ഉണ്ടാകൂ എന്നുള്ളൊരു ഇത് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ അവർ വിട്ട് കളയില്ല എന്നുള്ളൊരു ഈ ഒരു റീഡിങ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ അവർ തളർന്നു പോകും. നിങ്ങൾ അവരെ വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ അവർ വീണു എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ വായിക്കാനായിട്ട് കഴിയുന്നത്. കാരണം നിങ്ങളാണ് അവരുടെ ബലം. ഇവരിപ്പോൾ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുള്ളൊരു ജീവിതം അവർക്കില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കും. നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ, അവർ ഏത് രീതിയിലാണോ മാറ്റി നിർത്തിയത് അതേപോലെ ഒരു ലക്ഷ്യബോധമുണ്ട് അവർക്ക്. 10 ഒരു പരിവർത്തനത്തിൻ്റെ കാർഡാണ്. ഒരു ലക്ഷ്യബോധമുണ്ട് അവർക്ക്. ആ ലക്ഷ്യം അവർ നിറവേറ്റിയിരിക്കും. അതിന് വേണ്ടിയിട്ട് അവർ കഠിനമായിട്ട് പരിശ്രമിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, അവരുടെ ലൈഫ് കളഞ്ഞ് അവരുടെ കൂടെ നിൽക്കുന്നവരെ, ഒരു ആപത്തിൽ സഹായിച്ചവരെ അവരൊരിക്കലും വിട്ട് കളയില്ല. ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെയൊക്കെ ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് ബ്ലാക്ക് മാജിക്കൽ സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ സ്വഭാവത്തിന് അടിമുടി ചേഞ്ച് വരും. അപ്പം ചിലപ്പോൾ ഒരു പാളിച്ച വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും അധിക നാൾ നിലനിൽക്കില്ല. ഇതിൻ്റെ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും വീണ്ടും അവർക്ക് നിങ്ങളിലോട്ട് അടുക്കണം. നിങ്ങളുടെ ഒരു ഓർമ്മ ചെയ്തവർക്ക് അതിനുള്ള തിരിച്ചടി കിട്ടിക്കോളും. പക്ഷേ അങ്ങനെ നല്ല ബന്ധങ്ങൾ തകർത്ത് മറ്റുള്ള ബന്ധങ്ങൾ അതിലേക്ക് ഇടഞ്ഞ് കയറുമ്പോഴത്തേക്ക് അത് ശാശ്വതമായിട്ടൊരു ചീട്ടുകൊട്ടാരം പോലെ അത് തകർന്ന് വീഴുമെന്ന് നിങ്ങൾ കരുതുക. ഓക്കെ, എപ്പോഴും ദൈവം കൂട്ടിച്ചേർത്ത് വെച്ച ബന്ധമേ നിലനിൽക്കുകയുള്ളൂ. ഓക്കെ, അവരതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. യെസ്, സൺ ഗാർഡാണ് വന്നത്. അതിന് വിജയം കാണുക തന്നെ ചെയ്യും. ഓക്കെ, അവരുടെ പരിശ്രമത്തിന് വിജയം കാണുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഈ ബന്ധങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അകന്ന് മാറി നിൽക്കുന്നത് ചിലപ്പോൾ കുറേയൊക്കെ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാനായിരിക്കാം. അതുകൊണ്ട് നമ്മൾ സ്വയം ശക്തരാവാനായിരിക്കാം. ചിലവർ
ദുർബലരായിരിക്കാം, ഒരു തൻ്റെ പാർട്ട്ണറുടെ അഭാവത്തിൽ ചിലവർ ദുർബലരായിരിക്കാം. അവരെ ശക്തരാക്കാൻ വേണ്ടിയും ആയിരിക്കാം യൂണിവേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ പരീക്ഷണങ്ങൾ തരുന്നത്. ഓക്കെ, ചിലവർക്ക് ചിലരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ സാധിക്കത്തില്ല, ദുർബലരായിരിക്കാം. അവർക്കൊരു പവർ കിട്ടാൻ വേണ്ടി, നിങ്ങൾക്കൊരു പവർ കിട്ടാൻ വേണ്ടി, ഇപ്പം നിങ്ങൾ സ്വയം പ്രാപ്തരായിട്ടുണ്ടാവാം, ഇപ്പം നിങ്ങൾ മനസ്സുകൊണ്ട് ശക്തരായിട്ടുണ്ടാവാം, സ്ട്രോങ് ആയിട്ടുണ്ടാവാം. അങ്ങനെ സ്ട്രോങ് ആക്കാനുള്ളൊരു പരീക്ഷണം കൂടിയാണ് ഇത്. ഏത് സാഹചര്യത്തിലും അതിജീവിക്കാനുള്ളൊരു ശക്തി നിങ്ങൾക്കും വന്നിട്ടുണ്ടാവാം ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണവും കൂടി ആയിരിക്കാം ഈ ജീവിതത്തിലെ ഈ മാറ്റങ്ങളൊക്കെ, അല്ലെ ഒരു മാറി നിൽക്കലൊക്കെ. അതൊന്നും ഒരു ശാശ്വതമല്ല. ഓക്കെ, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗൊണ്ട് പറഞ്ഞിട്ടുണ്ടാവാം, ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പം നമ്മൾ ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചാലാണ് നമ്മൾ ഏറ്റവും വലുതാവുന്നത്. പലർക്കും അതിന് കഴിവുണ്ടാവില്ല, കാരണം അത്രത്തോളം വിഷമം അനുഭവിച്ചിട്ടായിരിക്കാം ഈ നിലയിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം ഒരു അനുഭവങ്ങളും പാഠങ്ങളുമാവാം. അപ്പം പലർക്കും കുട്ടികളുണ്ടാവാം. ഓക്കെ, നമ്മളൊക്കെ കുട്ടികളെ ആലോചിച്ചിട്ടായിരിക്കാം അല്ലേ ഓരോ ബന്ധങ്ങളും നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ അവർക്കും ഒരു ലൈഫ് വേണം. അപ്പോൾ എല്ലാം നമ്മൾ ആലോചിക്കണം. എല്ലാം നമ്മുടെ മക്കൾക്കും ഒരു ലൈഫ് വേണം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരു പാഠങ്ങളാവാം, നമ്മളുടെ മക്കൾക്കും ഒരു ഗുണപാഠമാവാൻ വേണ്ടി, അത് നല്ലത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയും ആവാം അപ്പോൾ അങ്ങനെ വിചാരിക്കാം. എല്ലാം നല്ലതിനാണെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പം തീർച്ചയായും ഒരു കൂടിച്ചേരൽ ഉണ്ടാവും, ഒരു പുതിയ തുടക്കം ഉണ്ടാവും എന്നത് തന്നെ എനിക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ബ്ലാക്ക് മാജിക്കൽ എഫക്റ്റ്, ഒരു ബാഡ് എനർജി അല്ലെ ഒരു സമയദോഷം വന്നപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യമാണ്. ഒരിക്കലും നിങ്ങളെ പിന്തള്ളി കളയില്ല. നിങ്ങളാണ് അവരുടെ ബലം, നിങ്ങളാണ് അവരുടെ വിജയം എന്ന് തന്നെ അവർക്കറിയാം. ഓക്കെ, ഇൻറ്റ്യൂഷൻ ആ ഒരു ഹൈ പ്രീച്ചേഴ്സ് വന്നതുകൊണ്ട് തന്നെ അവർക്കറിയാം ആളുകളെ എന്താണെന്നും എങ്ങനെയാണെന്നും അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി തരും. നിങ്ങളോട് വരുമ്പം നിങ്ങൾക്കറിയാനുള്ള കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി തരും. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക്, അവരുടെ മനസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് അവർ നടക്കുന്നത്. അപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് അടുത്ത് വന്നെങ്കിലേ അവർക്ക് പറയാൻ പറ്റത്തുള്ളൂ. മാറി നിന്നുകൊണ്ടത് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് പല തടസ്സങ്ങളും ഉണ്ടായേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് എനിക്ക് കിട്ടുന്ന ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേരുടെ എനർജി ഇതിനകത്തുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പം പേഴ്സണലായിട്ട് റീഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും ആ ഒരു സ്പ്രെഡിനകത്ത് വരുന്നത്. അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയാനും സാധിക്കും. ഒരു സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് അതുവഴി ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് ക്ലൈം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഒരു സ്ട്രോങ് റീയൂണിയന് വേണ്ടി പ്രാർത്ഥിക്കുക. തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി പ്രാർത്ഥിക്കുക. മാനിഫെസ്റ്റ് ചെയ്യുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവായിട്ട് ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കേൾക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പം നമ്മളത് ലെറ്റ് ഗോ ചെയ്ത് പോകും. നമ്മളെ മനസ്സിലെ സങ്കടങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് പോകുമ്പോൾ യൂണിവേഴ്സ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജീവിതവും സന്തോഷവും ഉണ്ടാവട്ടെ. മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ സാധിക്കട്ടെ. ഈശ്വരൻ അതിനുള്ള ഒരു അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേറൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.